ഹായ് എവരിവൺ. ഇന്ന് ഞാൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ നഗറ്റ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ആദ്യം ചിക്കൻ ഒന്ന് മിക്സിയിലിട്ട് പേസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ചിക്കൻ ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ചിക്കൻ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ നമുക്ക് ചേർക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പം ആദ്യം ഞാൻ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ഇടുകയാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല ചേർക്കുകയാണ്. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുകയാണ്. കുരുമുളക് പൊടിയും മുളക് പൊടിയും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി കയ്യിൽ അല്പം ഓയിൽ തടവി ഈ മിക്സ് ചെറിയ ബോളാക്കി കയ്യിൽ വെച്ച് ഷേപ്പ് ആക്കാം. അങ്ങനെ ഓരോന്നോരോന്നായി ചെയ്തെടുക്കാം. കുറച്ച് തിന്നായിട്ട് വേണം ഇത് ഷേപ്പ് ആക്കി വയ്ക്കാൻ, കാരണം അല്ലെങ്കിൽ അതിൻ്റെ അകം വേവത്തില്ല. അതുകൊണ്ട് കുറച്ച് തിന്നായിട്ട് വേണം നമ്മൾ ഷേപ്പ് ആക്കാനായിട്ട്. അപ്പോൾ എല്ലാം ഞാൻ ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഒരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ഇതിപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത ചിക്കനാണ്. ഇനി ഇത് ആദ്യം മുട്ടയിൽ മുക്കുക, എന്നിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിയുക. വീണ്ടും ഒരു പ്രാവശ്യം കൂടി മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിയുക. അങ്ങനെ ഓരോന്നും ഇതുപോലെ തന്നെ റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നഗറ്റ്സ് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം പാൻ ചൂടാക്കാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോരോ നഗറ്റ്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പകുതി നഗറ്റ്സേ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ ഫ്രീസറിനകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കും. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ അവിടെ നിന്ന് എടുക്കും. ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിടാം. അപ്പോൾ ഇവിടെ നഗറ്റ്സ് 2 സൈഡും നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.